ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആൻഡ് ബീയിങ് വിത്ത് മീ. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലുണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കൂടുതൽ പേർക്കും ഇതിനെപ്പറ്റി അറിയാമെങ്കിലും അറിയാത്ത ചിലരുടെ പേരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഹസ്ബൻഡിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് കേട്ടോ ഈ ഒരു അനുഭവം ഉണ്ടായത്. കുറച്ച് കാലമായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്തൊരു ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ഒരു ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു. അപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലാത്തത് കൊണ്ട് അയാൾ പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയതായിരിക്കും എന്നൊരു തെറ്റിദ്ധാരണയിൽ ആ റിക്വസ്റ്റ് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു, ഫ്രണ്ടായി. അങ്ങനെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് വിത്തിൻ സെക്കൻഡ് അയാളുടെ ഭാഗത്തുനിന്ന് മെസ്സേജ് അയക്കണ്ടായി. ജസ്റ്റ് അയാളുടെ ഒരു ഫോട്ടോ അയച്ചിട്ട് ഹൗ ആർ യു എന്ന് ചോദിച്ചു. അയാളെ ഫോട്ടോ അയച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അയാളുടെ മീൻസ് അയാളെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ അയച്ചതായിരിക്കും എന്നാണ്. അങ്ങനെ ആസ് എ ഫ്രണ്ട് കുറേ കാലമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത ഫ്രണ്ട്സുകൾ തമ്മിൽ മീറ്റ് ചെയ്ത പോലെ അയാളോട് മെസ്സേജ് അയച്ച സമയത്ത് അയാൾ ഓൺലി ഇംഗ്ലീഷിൽ മാത്രം എന്തോ മലയാളം മറന്ന പോലെ ഇംഗ്ലീഷിൽ മാത്രം റിപ്ലൈ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതും ചോദിക്കുന്നതിന് റിപ്ലൈ ഒന്നുമില്ല, അയാൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രം ചോദിക്കുക. അങ്ങനെ അയാൾ പെട്ടെന്ന് വാട്സപ്പ് നമ്പർ ചോദിച്ചു, വാട്സപ്പ് നമ്പർ കൊടുക്കുകയും ചെയ്തു. പൊതുവേ മെസ്സേജ് അയക്കാൻ വാട്സപ്പ് ഒന്നും കൂടി കൺവീനിയൻ്റ് ആയതുകൊണ്ട് അതുകൊണ്ടായിരിക്കും ചോദിച്ചത് എന്ന് കരുതി ആ നമ്പറും കൊടുത്തു. വിത്തിൻ സെക്കൻഡ് അപ്പം തന്നെ പെട്ടെന്ന് അയാൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങി. നമ്മൾ സാധാ നോർമൽ ടോക്ക് ചെയ്യുന്ന സമയത്ത് സുഖവിവരങ്ങളൊക്കെ ചോദിക്കുന്ന നേരത്ത് അയാൾ ഓൺലി പെട്ടെന്ന് ഗൂഗിൾ പേ ഉണ്ടോ, ഐ നീഡ് എ ഹെൽപ്പ് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇനി എന്തോ അർജൻറ്റാണോ എന്താണെന്ന് മനസ്സിലാവാതെ കുറച്ച് സമയം എന്താ എങ്ങനെയെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അയാളൊരു ഫ്രണ്ടിന് 10,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ എന്തോ ഒരു അപാകത തോന്നിയതുകൊണ്ട് പെട്ടെന്ന് ഫേസ്ബുക്കിൽ അയാളെ അക്കൗണ്ട് തുറന്നു നോക്കിയപ്പം മെസ്സേജ് വന്ന ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്ത ആ ന്യൂ അക്കൗണ്ട് തുറന്നു നോക്കിയപ്പം അതിൽ ഓൺലി 2 ഫ്രണ്ട്സും ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ ഒരു അക്കൗണ്ടും ആയിരുന്നു അത്. അങ്ങനെ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഈ സെയിം നെയിമിൽ അയാളുടെ റിയൽ അക്കൗണ്ടായിട്ട് 1,000 ഫ്രണ്ട്സുള്ള ഒരു അക്കൗണ്ട് വേറെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ന്യൂലി ക്രിയേറ്റ് ചെയ്ത അയാളുടെ ഫോട്ടോയും അയാളുടെ ഫേസ്ബുക്കിലെ കുറച്ച് 2-3 ഫോട്ടോസും എടുത്ത് ഒരു പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഫേസ്ബുക്ക് അക്കൗണ്ടായിരുന്നു അത്. അങ്ങനെ ആ ഫ്രണ്ടിനെ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ അത് അയാളുടെ അക്കൗണ്ട് അല്ല, അയാളെ ഫോട്ടോസ് ഉപയോഗിച്ച് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു അക്കൗണ്ടാണെന്ന് മനസ്സിലാവുകയും പിന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരാളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇയാളൊരു പ്രൊഫൈൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പെട്ടെന്ന് ആ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയി പോവുകയും ചെയ്ത്. പിന്നെ കൂടാതെ ആ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടും പിന്നെ ഓൺലി 1 ടിക്കാണ്. മേ ബി അയാൾ നമ്മളെ ബ്ലോക്ക് ചെയ്തതായിരിക്കും, എന്താണെന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ ആ ഒരു അബദ്ധത്തിൽ പെടാതെ ജസ്റ്റ് രക്ഷപ്പെട്ടൊരു അവസ്ഥയായിരുന്നു അന്നേരം. അയാളുടെ നെയിമിൽ അയാൾ പോലും അറിയാതെ അയാളുടെ ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത 2-3 ഫോട്ടോസ് എടുത്ത് ക്രിയേറ്റ് ചെയ്ത ഒരു ഫ്രോഡ് അക്കൗണ്ടായിരുന്നു അത്. ഇതുപോലെ നിങ്ങൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.